പറഞ്ഞിട്ടുള്ള ഈ ഒരു ടിപ്സ് ഒന്നും നിങ്ങൾ ആരും ഇതുവരെയും കേട്ടിട്ടുണ്ടാവില്ല. അത്ര കിടിലനായിട്ടുള്ള നല്ല നല്ല ടിപ്സാണ് കേട്ടോ ഞാൻ കളക്ട് ചെയ്തിട്ട് വന്നിരിക്കുന്നത്. ആരും സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണുക. നമ്മളുടെ ജോലികൾ എളുപ്പമാക്കുന്ന ഒരു സാധനമാണ് കുക്കർ. പക്ഷേ പല സമയങ്ങളിലും അത് നമുക്ക് പണി തരാറുണ്ട് അല്ലേ? വിസിൽ വരാതെ, അതുപോലെ തന്നെ സൈഡിൽ കൂടെ വെള്ളമൊക്കെ ചീറ്റി പോകുക, ഗ്യാസ് അടപ്പ് ആകെ നാശമാക്കുന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കുക്കർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ 10 വർഷം ഉപയോഗിക്കുന്നത് നമുക്ക് 25 വർഷം വരെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കുക്കറാവും. ഇല്ലെങ്കിൽ നമ്മൾ പുതിയത് വാങ്ങേണ്ട വരും. അപ്പോൾ അതൊന്നുമില്ലാതെ തന്നെ വാഷറാണെങ്കിൽ കൂടി കുറേ കാലങ്ങൾ ഈട് നിൽക്കാനായിട്ട് കുറച്ച് നല്ല നല്ല ടിപ്സുകൾ പറഞ്ഞു തരുന്നുണ്ട്. ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് കാണുക. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കുക്കർ ഇതുപോലെ വെക്കുമ്പോൾ സൈഡിലൂടെ ഇതുപോലെ വാഷർ ചിലപ്പോൾ വലുതായിട്ടാകാം, അത് ലൂസായിട്ടാകാം, ചിലപ്പോൾ ടൈറ്റായിട്ടാകാം. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവില്ല. അതുപോലെ തന്നെ ഇതുപോലെ തെറിച്ച് ഗ്യാസ് അടുപ്പിലും പുറത്തൊക്കെ പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ? അതിന് വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇപ്പോൾ ചെറുപയർ ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ വളരെ എളുപ്പത്തിൽ, ഇപ്പം 5 വിസിലാണെങ്കിൽ ഒരു 3 വിസിലിൽ വെന്ത് കിട്ടും. അതിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അത് നമ്മളുടെ ചുറ്റിനും, കുക്കറിൻ്റെ ചുറ്റിനും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെളിച്ചെണ്ണ തന്നെ ഇതുപോലെ മൂടിയിലും എല്ലായിടത്തും ഈവണായിട്ട് നല്ലതുപോലെ തേച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു തുള്ളി പോലും പുറത്തേക്ക് തെറിച്ച് പോകാതെ, അതിൽ ലൂസ് നമ്മൾ എന്താ പറയുക, വാഷർ ലൂസാണെങ്കിൽ കൂടി ഒട്ടും ഒരു തരി കണ്ടില്ലേ, ഒട്ടും പുറത്തേക്ക് പോകാതെ നല്ല പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് ഇത് സഹായിക്കും കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കാം. അടുത്തായിട്ട് നമ്മൾ ഇതുപോലെ ഫ്രീസറിലൊക്കെ മീനാണെങ്കിലും ഇറച്ചിയാണെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മെൽറ്റായി കിട്ടില്ല അല്ലേ? അതിന് കുറച്ച് ഉപ്പ് ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മെൽറ്റായി കിട്ടും. നിങ്ങൾക്ക് ഏത് ഭാഗം കുറച്ച് മതിയെങ്കിൽ ആ ഒരു ഭാഗത്ത് മാത്രം നിങ്ങൾ ഉപ്പിട്ട് അത് മെൽറ്റായി കഴിയുമ്പോൾ ബാക്കി നിങ്ങൾക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാവുന്നതുമാണ് കേട്ടോ. ഇതൊന്ന് ചെയ്ത് നോക്കാം. പിന്നെ നമ്മളുടെ കുക്കർ എപ്പോഴും നമ്മൾ കുറേ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ കറ പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് പുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും ഒരു ചെറിയ നാരങ്ങ ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കുക, അല്ലെങ്കിൽ ഒരു വിസിൽ വരുത്തിക്കുകയോ ചെയ്താൽ നല്ല പുത്തനാക്കി നമുക്ക് കുക്കർ കിട്ടുമേ. അടുത്തായിട്ട് ഞാൻ മിക്സിയിലേക്ക് കല്ലുപ്പാണ് എടുക്കുന്നത്. അത് ഒരു 3-4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പ് ഇട്ട് കൊടുത്താൽ നമ്മളുടെ മിക്സിയുടെ ബ്ലേഡിൻ്റെ മൂർച്ച കൂട്ടി കിട്ടാനായിട്ട് സഹായിക്കും കേട്ടോ. പൊടിയുപ്പാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ കല്ലുപ്പാണ് ബെറ്റർ. അതിലേക്ക് ഗ്രാമ്പ് ഒരു 10-15 ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ അടിച്ചെടുക്കുക, മിക്സിയുടെ ബാഡ് സ്മെല്ലൊക്കെ പോകാനും. അതുപോലെ ഈ ഒരു മിശ്രിതം നമുക്ക് പല കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും കേട്ടോ. വളരെ വളരെ നമുക്ക് ഉപകാരപ്രദമായ ഒരു മിക്സാണ്. നിങ്ങൾ ഇത് നിസ്സാരമായിട്ട് കരുതരുത്. ഒരു ടിഷ്യൂ എടുക്കുക, അതിനുശേഷം ഈ ഒരു ഉപ്പും ഗ്രാമ്പും ഉള്ള ഒരു മിശ്രിതം ഇതുപോലെ വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ടിഷ്യൂ ഇല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയോ മതി കേട്ടോ. എന്നിട്ട് നമ്മളൊരു സാധനങ്ങൾ മേടിക്കുമ്പോൾ കുറച്ച് എക്സ്ട്രാ സാധനങ്ങൾ ഉണ്ടാവും. അതിൽ ഒരു ഈർപ്പം പോലെ അല്ലെങ്കിൽ ഒരു പൂത്ത മണം വരാണ്ടിരിക്കാനായിട്ട് വെച്ച് കൊടുക്കുക. നമ്മൾ അലമാരകൾ, സ്പ്രേ ക്രീമുകൾ വെക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു ബാഡ് സ്മെല്ലോ അല്ലെങ്കിൽ ഒരു ഈർപ്പം ഇല്ലാതിരിക്കാനൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ വളരെ ഉപകാരപ്രദമാണ്. അതുപോലെ തന്നെ നമ്മൾ അലമാരകളിലൊക്കെ ഇതുപോലെ വെച്ച് കൊടുത്താൽ ബാഡ് സ്മെൽ ഉണ്ടാവില്ല, ഒരു പൂത്ത മണം ഉണ്ടാവില്ല, അതുപോലെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും കേട്ടോ. അതുപോലെ നമ്മൾ വെളിച്ചെണ്ണയും ഓയിലൊക്കെ കൂടുതൽ മേടിച്ച് കഴിഞ്ഞാൽ അത് ഉറുമ്പരിക്കോ പാറ്റ വരുമോ എന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടാവില്ലേ? അപ്പോൾ ആ ഒരു സൈഡിൽ ഇതുപോലെ വെച്ച് കൊടുത്താൽ ഉറുമ്പ് ആ പരിസരത്തേ വരില്ല, പാറ്റയും വരില്ല കേട്ടോ. ഒന്ന് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഗ്രാമ്പൂടെ മണവും അതുപോലെ തന്നെ ഉപ്പിൻ്റെ ഒരു എഫക്റ്റും കൊണ്ട് തന്നെ അവിടെ ഒരു നല്ല ഒരു സ്മെല്ലായിരിക്കും കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ തുടക്കുമ്പോൾ നമ്മൾ ലോഷൻ ഒന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഇതുപോലെ ചെയ്യാവുന്ന ഒരു പോസിറ്റിവിറ്റിയാണ് നമ്മളുടെ ഉപ്പ് നമുക്ക് തരുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് അറിയില്ല, വളരെ എഫക്റ്റീവാണ്. അതുപോലെ ഗ്രാമ്പൂടെ മണവും കൂടെ ആകുമ്പോൾ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും, നല്ല ക്ലീൻ ആകുകയും ചെയ്യും കേട്ടോ. ഉറുമ്പ്, പാറ്റ, പല്ലി, ചെറിയ പ്രാണികളെ ശല്യമൊന്നും ഉണ്ടാവില്ല. ഈ ഗ്രാമ്പൂടെ സ്മെല്ല് നല്ല രീതിയിൽ തന്നെ വീട്ടിലുണ്ടാവും. ഒരു
പോസിറ്റീവ് വൈബ് തന്നെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കും കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ലോഷനൊന്നും ഉപയോഗിക്കാതെ ഇതുപോലെ ഉപ്പും ഗ്രാമ്പൂ പൊടിച്ച ആ ഒരു പൊടി, നിങ്ങൾ ഈ പൊടി നിങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ വളരെ ഉപകാരപ്രദമാണ്. പല കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ഉള്ളിക്കൊട്ടയിൽ ഇട്ട് കഴിഞ്ഞാലും ബാക്കി കുറച്ച് എക്സ്ട്രാ കൂടി നമ്മൾ മേടിച്ചു വെക്കും. ഇപ്പൊ നോമ്പ് കാലമൊക്കെ ആയതുകൊണ്ട് കൂടുതൽ നമ്മൾ മേടിച്ചു വെക്കും. അപ്പൊ ഈ ചൂട് സമയമായതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ചീഞ്ഞു പോകാനും അതുപോലെ എന്താ പറയാ ഒരു ഉണങ്ങിയ പോലെ ആകാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ അതൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് ഈ ഉപ്പും ഗ്രാമ്പും തമ്മിലുള്ള മിശ്രിതം അത് ഇതിലേക്ക് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അതുപോലെ നമ്മൾ കുക്കർ എപ്പോഴും ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇത് കണ്ടില്ല, ആ പിടിയിലൊക്കെ എന്തോരം കറിയണമെന്ന് നോക്കിക്കേ. വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം, വളരെ എളുപ്പത്തിൽ കേട്ടോ. നമ്മൾ ഒരച്ചൊന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. സോപ്പ് പൊടി പോലും ഇല്ലാതെ തന്നെ നല്ല ക്ലീൻ ആയിട്ട് എടുക്കാം. ആദ്യം നമുക്ക് വേണ്ടത് മുട്ടത്തോട് പൊടിച്ചു വെക്കുക. അത് ഞാൻ ഇതിനു മുമ്പുള്ളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. മുട്ടത്തോടിൻ്റെ ഉപയോഗങ്ങൾ വളരെ വളരെ അധികമാണ് കേട്ടോ. നമുക്ക് ബാത്റൂം കഴുകാനാണെങ്കിലും ഇത് വളരെ എഫക്റ്റീവാണ്. ആ ഒരു മുട്ടത്തോട് നമ്മൾ കളയാതെ നല്ലപോലെ കഴുകി ഉണക്കിയെടുത്ത് പൊടിച്ചു വെച്ച പൊടിയാണ് കേട്ടോ ഇത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നമ്മളുടെ കല്ലുപ്പാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. മറ്റേ ഉപ്പാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ കല്ലുപ്പാണെങ്കിൽ കൂടുതൽ നല്ലതുപോലെ തന്നെ ക്ലീൻ ആയി കിട്ടും. പിന്നെ നമ്മൾ സ്ക്രബ്ബറാണ് ഉപയോഗിക്കുന്നത്. സ്ക്രബ്ബറിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെള്ളം, കൂടുതൽ വെള്ളം ഒഴിക്കരുത്, കുറച്ച് മാത്രം വെള്ളം ഒഴിക്കാവുള്ളൂ. എന്നാൽ മാത്രമേ ആ ഒരു നമ്മൾ ആ കല്ലുപ്പും അതുപോലെ തന്നെ മുട്ടയുടെ തോടിൻ്റെയും ആ ഒരു എഫക്റ്റ് ശരിക്ക് കിട്ടണമെങ്കിൽ വെള്ളത്തിൻ്റെ അംശം വളരെ കുറവ് പാടുള്ളൂ കേട്ടോ. നമ്മൾ ഇതുപോലെ ഒന്ന് ഒരു മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലോ കുക്കറൊക്കെ ക്ലീൻ ചെയ്ത്, ഇപ്പം ഞാൻ കുക്കർ മാത്രമേ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ. നിങ്ങൾ സ്റ്റീൽ പാത്രമോ ഇല്ലെങ്കിൽ നമ്മളുടെ അലൂമിനിയം പാത്രമൊക്കെ ഇതുപോലെ മുട്ടത്തോടും കല്ലുപ്പും വെച്ച് കഴുകി കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താണ് പറയുക, മറ്റേ നമ്മൾ ലിക്വിഡ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ, ഒരു തരി ലിക്വിഡ് പോലും ഞാനിവിടെ ഉപയോഗിച്ചിട്ടില്ല, നിങ്ങൾക്ക് കാണാവുന്നതാണ്. പക്ഷെ വളരെ നല്ല നീറ്റായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ നല്ല കരി പിടിച്ച ചെമ്പ് പാത്രങ്ങളൊക്കെ ഇതുപോലെ കഴുകി കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. ഞാൻ ടർക്കി താഴെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ മുട്ടത്തോടിൻ്റെ ആ ഒരു സ്ക്രാച്ച് നമ്മളുടെ ടൈലിന് വരാണ്ടിരിക്കാനാണ് കേട്ടോ. ഞാനിതിപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ക്ലീനാക്കി കാണിച്ചു തരുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വീഡിയോ കാണിച്ചു തരുന്നത്. ഞാൻ ഇനി തുടച്ചെടുത്ത് കാണിച്ചു തരുന്നത് കണ്ടില്ലേ, നല്ല ക്ലീനായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഇനി ഒന്ന് കഴുകിയെടുത്താൽ മതി. ആ പിടിയുടെ ഒരു കളർ ഇപ്പം നിങ്ങളൊന്ന് നോക്കിക്കേ. ആദ്യം എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു പിടിയുടെ ആ ഒരു അവസ്ഥ. അതുപോലെ നമുക്ക് ഇപ്പം പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മിശ്രിതം ഉണ്ടെങ്കിൽ മുട്ടയുടെ തോട് ഒരിക്കലും നിങ്ങൾ കളയരുത്, എടുത്ത് വെക്കുക. എന്നിട്ട് നല്ലതുപോലെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്തതിന് ശേഷം മാത്രമേ ഏതൊരു കാര്യത്തിനും എടുക്കാവുള്ളൂ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. മുട്ട എങ്ങനെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ വാഷർ പെട്ടെന്ന് നമ്മൾ വാഷർ ചീത്തായി പോകാറുണ്ടല്ലോ. അപ്പോൾ രാത്രി കിടക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ. നമ്മൾ മേടിച്ചൊരു 2 മാസം കഴിയുമ്പോഴത്തേക്കും വാഷർ ലൂസാകാൻ തുടങ്ങും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ രാത്രി കിടക്കുമ്പോൾ ഒരു പാത്രത്തിൽ ഇതുപോലെ വെള്ളമിട്ട് 2-3 ടേബിൾ സ്പൂൺ കല്ലുപ്പിട്ട് കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. അതുപോലെ മുട്ടത്തോടും ആ ഒരു ഉപ്പിൻ്റെയും മിശ്രിതം കൊണ്ട് ഞാൻ മൂടിയും ക്ലീൻ ചെയ്ത് നല്ലപോലെ എടുത്തിട്ടുണ്ട്. അതൊന്നും നിങ്ങളെ കാണിച്ച് ബോറടിപ്പിച്ചിട്ടില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ അതൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ ആ ഒരു വിസിൽ വരുന്ന സൈഡിൽ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇറ്റിയാണ് വരുന്നതെങ്കിൽ അതൊന്ന് നല്ലതുപോലെ ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. അതെല്ലാം നല്ല ഫ്ലോയിൽ വരുന്നുണ്ടെങ്കിൽ അതിൽ ബ്ലോക്കൊന്നും ഇല്ല എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മളത് ഇടയ്ക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. വേറൊന്നുമല്ല, നമ്മൾ അപകടങ്ങൾ വരുന്നത് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇതൊന്ന് നോക്കുക. ഈ ഇറ്റിയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ അത് ഒരു പിന്നെടുക്കുക, പിന്നോ സൂചിയോ എന്തെങ്കിലും എടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ അതിൻ്റെ ഉള്ളിൽ ഓരോ ഓട്ടയിലും ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. ഞാൻ ആ ഉപ്പുവെള്ളം തന്നെയാണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കുകളൊക്കെ ഇളകി വരാനായിട്ടാണ് അത് ആ ഉപ്പുവെള്ളം തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഉപ്പുവെള്ളം ആകുമ്പോൾ ആ ഒരു ഉള്ളിലിരിക്കുന്ന അഴുക്കൊക്കെ ഇളകി വരും. അപ്പം നമ്മളിത് രാവിലെ എഴുന്നേറ്റ് ഈ ഒരു വാഷർ ഉപയോഗിക്കുമ്പോൾ നല്ല ക്ലീനായിട്ട് നല്ല വിസിൽ വരുന്ന, ചുറ്റിനൊന്നും
തിളച്ച് പോകാതെ തന്നെ നല്ല കിടിലാണ്. അതുപോലെ മേളിൽ വിസിൽ വരുമ്പോൾ തിളച്ച് പോകാണ്ടിരിക്കാൻ കുറച്ച് എണ്ണ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾ രാത്രി ഇടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഫ്രീസറിലൊന്ന് വെച്ച് കൊടുത്താൽ മതി. 2 സെക്കൻഡ് വെച്ചാൽ മതി. നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് വാഷർ ടൈറ്റായി കിട്ടും കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ട് എല്ലാ ടിപ്സുകളും ട്രൈ ചെയ്ത് നോക്കണം. തന്ന സപ്പോർട്ട് പോലെ തന്നെ തുടർന്ന് സപ്പോർട്ട് നൽകുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.